നമ്മുടെ കുടുംബക്ഷേത്രമാണ് രംഗനാഥസ്വാമി. 12-ാം നൂറ്റാണ്ടിൽ പണിതതാ. നിന്റെ അച്ഛൻ്റെ ചോറൂണ് ഇവിടെയായിരുന്നു. നിന്നെ ഇവിടെ കൊണ്ടുവരാന്നൊരു നേർച്ചയുണ്ടായിരുന്നു. അതിന്നാണ് നടന്നത്. അയ്യോ, കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. അത് മുത്തശ്ശന്റെ അനിയനെ ചെറുപ്പത്തിൽ ഉത്സവത്തിൽ വെച്ച് കാണാതായില്ലേ? അവിടെ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. നടക്ക്. മുത്തശ്ശൻ എന്തേ കാണിക്കുന്നത്? അങ്ങേര് നിനക്ക് വേണ്ടി നേർച്ച നേർന്നിരുന്നു. അത് ഇന്നുകൊണ്ട് തീരുവാ. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം നീ ഉണ്ടോ ഉറങ്ങിയോ എന്നും പറഞ്ഞ് എനിക്കിടയ്ക്കിടെ ഫോൺ ചെയ്യുമായിരുന്നു. ഹീസ് എ ഗ്രേറ്റ് മാൻ. ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി മുത്തശ്ശൻ എന്നെ വിളിച്ചായിരുന്നു. ആ സമയത്തൊക്കെ മുത്തശ്ശൻ നിങ്ങളെപ്പറ്റി ഓർത്ത് ഒരുപാട് വിഷമിച്ച് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അമ്മേ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുടെ പ്രായം എനിക്ക്, എന്നാലും എനിക്ക് അമ്മയുടെ സ്ഥാനം തന്നു. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ പഠിത്തമൊക്കെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്നതേ ഉള്ളൂ. ഹലോ, നിങ്ങൾക്ക് കണ്ണൂടെ? എനിക്ക് കണ്ണൊക്കെ കാണാം. അതുകൊണ്ടെന്താ? ഈ സ്ഥലത്തെ MLA ആണ്. MLA അല്ലേ? ദൈവമൊന്നല്ലല്ലോ. ദൈവം തന്നെയാണോ? 2,25,000 ജനങ്ങൾക്ക് ഞാൻ ദൈവം തന്നെയാ. അതുകൊണ്ടാ എന്നെ ജനങ്ങളുടെ നായകൻ എന്ന് വിളിക്കുന്നത്. അതിന് വേണ്ട 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 വേണ്ട, ദയവേത് നിങ്ങൾ പോയിക്കൊണ്ടില്ല. മോനെ നടക്ക. അതെ സ്വാമിജി, ആദ്യം ഇവിടെ, പിന്നെ മതി അങ്ങോട്ട്. ഓരോ മാസവും ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. സിറ്റിയിൽ നിന്ന് വന്നോണ്ടാണോ ഇത്രയും വലിയ ഉപചരിപ്പ്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? തിരുമേനി, ആദ്യം അവർക്ക് കൊടുത്തോളൂ. റൗഡികളൊക്കെ MLA ആയ എങ്ങനെ ഇരിക്കും? മോളെ കിട്ടിയോ? താരക് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദേഹമാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ജീവനാണ്. നിന്റെ മുത്തച്ഛന്റെ ജീവൻ നീയാണ് മോനെ. പോയിട്ട് വരാം സ്വാമി. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സ്നേഹ, താരൊക്കെ എവിടെ? അദ്ദേഹം അവിടെ അമിതമായ പ്രാർത്ഥനയിലാണ്. അതാ ആളെ കാണാത്ത. ഭഗവാനെ, അങ്ങയോട് ഇതുവരെ ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുന്ന എൻ്റെ മുത്തശ്ശന് അദ്ദേഹത്തിന് സന്തോഷവും സുഖവും എന്നും ഉണ്ടാവണം. അത് മതി. കൊച്ചുപെണ്ണ് എന്തോ പറഞ്ഞല്ലോ. റൗഡികളൊക്കെ MLA ആയാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും എന്നല്ലേ പറഞ്ഞത്? സീനു, അവളെ എടുത്ത് വണ്ടിയിലിറ. ആരെന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ.
വേണ്ട. ഈ ചാവാനിരിക്കുന്ന മുത്തച്ഛനെ വേറെ ആരായിരിക്കും കൊല്ലാൻ ശ്രമിക്കണേ? ഹലോ സാർ. അല്ല സാറേ, ആരാ ഏതാ എന്താന്നൊക്കെ അറിയാതെ എന്തിനാ വെറുതെ വിട്ടത്? ഞാൻ DCPയോട് സംസാരിച്ചോളാം. ഓട്ടെ, സാരമില്ലെന്ന് പറഞ്ഞില്ലേ, എന്തിനാ എല്ലാരും കൂടെ വെറുതെ ടെൻഷൻ ആവുന്നേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അച്ഛൻ ഒന്നും അറിയില്ല. അച്ഛൻ ചുമ്മാ ഇരിക്കും. വാ, എല്ലാരും പുറത്തേക്ക് വന്നേ. അച്ഛൻ റെസ്റ്റ് എടുക്കട്ടെ. നമസ്കാരം സാർ. സാർ, മുത്തശ്ശ, ഞാൻ നോക്കിയതായിരുന്നു. രസം പൗഡറിൽ അല്പം ഉപ്പ് കൂടുതലുണ്ട്. നീ പറഞ്ഞത് ശരിയാ. പ്രൊഡക്ഷന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. ഓക്കെ. മോനെ, നീ അവരെ ശരിക്കും അങ്ങ് തല്ലിയല്ലോ. അതെ, ഒരു നാണയം എടുത്താൽ അതിന് രണ്ടു വശമുണ്ട്. ഏയ് മദരന്തിയ, ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ താരക്, നമ്മുടെ രവീന്ദ്രനെ കണ്ടില്ലേ? പോലീസുകാരനോട് ശരിക്കങ്ങ് മെക്കിട്ട് കയറി. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാ അവന് സഹിക്കാനാവില്ല. വേറെ ആരാണെങ്കിലും ഇതുപോലെ എന്നെ നോക്കില്ല. താരക്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? മുത്തശ്ശന്റെ സീക്രട്ട്. എല്ലാ വർഷവും നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന് ഓരോ തുണി വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടി വെക്കും. അങ്ങനെ വെച്ചേക്കുന്നത് ഇതൊക്കെ നോക്കി. എന്താ മുത്തശ്ശി ഇതൊക്കെ? പെൺകുഞ്ഞായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. ഇത് നോക്ക്. ഈ വർഷം വാങ്ങിയതാ ഇത്. ഇട്ട് നോക്കി. എന്റെ പൊന്നു മുത്തശ്ശി വളരെ ലൂസാണല്ലോ. ആകെ ഉള്ളത് ഒരേ ഒരു മകനല്ലേ? സരസമ്മ ഉണ്ടാക്കിയ ആഹാരം കഴിച്ച് നീ വലിയൊരു തടിയനായിരിക്കുമെന്നാ ഞാൻ കരുതിയിരുന്നത്. അല്ല, എയർപോർട്ടിൽ വെച്ച് മുത്തശ്ശൻ എങ്ങനെയാ എന്നെ മനസ്സിലായത്? അതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു മോനെ? സ്വന്തം ചോരയെ തിരിച്ചറിയാതിരിക്കൂ. എന്റെ മോൻ ഞാൻ ആഗ്രഹിച്ചതുപോലൊന്നും ചെയ്തില്ല. നീയെങ്കിലും അത് സഫലമാക്കുമെന്ന് കരുതുന്നു. പറഞ്ഞത് ശരിയാണ് മുത്തശ്ശ. ഒരു തവണ രക്തം കൊടുത്ത് ജീവൻ രക്ഷിച്ചവരൊക്കെ രക്തബന്ധത്തെക്കാൾ വലുതാണെന്നാ പറയാറ്. അതേ അധികാരം തന്റെ പിൻഗാമികൾക്ക് ഉണ്ടാവണമെങ്കിൽ രക്തബന്ധം ഉണ്ടാവണമെന്നും പറയുന്നു അല്ലേ? അതങ്ങനെയല്ല മോനെ. ഇതാ നോക്ക്, മുത്തശ്ശന്റെ സ്വത്ത് കൊച്ചുമോനും അച്ഛന്റെ സ്വത്ത് മകനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് പെട്ടെന്ന് മുൻപന്തിയിലെത്തും. മുത്തശ്ശൻ എന്ന് ഇഡ്ലിപ്പൊടിയിൽ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം തീരുമാനിക്കുകയും ചെയ്തു. ശരിക്കും സ്നേഹം മാഡമാണ് മുത്തച്ഛൻ്റെ കമ്പനിക്ക് അടുത്ത് MD ആവേണ്ടത്, ഞാനല്ല. അപ്പോൾ ഓക്കെ മാഡം, കൺഗ്രാജുലേഷൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ്. മുത്തച്ഛൻ കുറച്ച് റെസ്റ്റ് എടുക്കുക, ഞാൻ പിന്നെ വരാം. മുത്തശ്ശ വിഷമിക്കണ്ട. താരക്കിനോട് ഞാൻ പറഞ്ഞോളാം.
നോക്ക് എന്റെ പേരക്കുട്ടിയെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാനെന്ത് പറയാനാ, നല്ല ധൈര്യമുള്ള ആളാണ്. പിന്നെ ബുദ്ധിയും ഗ്ലാമറും ഒക്കെ ആൾക്കുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ട്. ചുരുക്കത്തിൽ നല്ല ഒരു മനുഷ്യൻ. അവന് നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു നല്ല കുട്ടിയെ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കണം. അതൊന്നും പ്രശ്നമല്ല മുത്തശ്ശ. ഈ ഗുണങ്ങളൊക്കെ ഉള്ളപ്പോ പെണ്ണുങ്ങൾ ക്യൂവിൽ വന്ന് നിൽക്കും ഉറപ്പാ. അപ്പൊ ഒരു നല്ല പെണ്ണിനെ കിട്ടിയ സംഗതി ശരിയായില്ലേ? അപ്പൊ നീയോന്ന് മുത്തശ്ശ, അവൻ വന്നത് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. അവൻ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കണത് നിന്നോട് മാത്രമാണ് മോളെ. സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നതും നിന്നോട് മാത്രമാണ്. അവന്റെ അച്ഛൻ ചെയ്തതുപോലെ ഒരു തെറ്റ് ഇവനും ആവർത്തിക്കുമെന്ന് ഞാൻ ഇവനോട് ചോദിച്ചു. അവനെന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് ആരോടും പ്രേമമൊന്നുമില്ല, കൂടാതെ ഒരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്നാ പറഞ്ഞത്. നിന്നെപ്പോലൊരു മലയാളി കുട്ടിയെ എവിടുന്ന് കിട്ടാനാ? ചുമ്മായിരിക്കും മുത്തശ്ശ. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി മോൾ ഇതുവരെ പറഞ്ഞില്ല. മുത്തശ്ശ, പാല് ചോദിക്കുമ്പോൾ പശുവിനെ തന്നാ സന്തോഷമായിരിക്കും. എന്നാ കാമധേനുവിനെ കിട്ടുവാണെങ്കിലോ അതിനപ്പുറം എന്താ വേണ്ടേ? ചിലപ്പോഴൊക്കെ വളരെ ടെൻഷനായിരിക്കുന്ന അവസ്ഥയിലൊക്കെ നീ വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എല്ലാ കുടുംബത്തിലും ഉള്ളതായി ടെൻഷൻസും പ്രോബ്ലംസും ഒക്കെ. അതൊക്കെ മാനേജ് ചെയ്ത് ജീവിക്കുന്നതല്ല ജീവിതം. എന്തായാലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ സന്തോഷം. One second.